തഥാത്മസ്തു. ഈ പ്രപഞ്ചവും സമസ്ത ജീവജാലങ്ങളും മനുഷ്യരാശിയും ഒരു ഉയർന്ന പരിണാമത്തിലൂടെ കടന്ന് ബോധവികസനത്തിലൂടെ സമൂഹത്തിന് ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ വേണ്ടി ആ പരമപിതാവ് മനുഷ്യനെ സദാ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യുഗയുഗങ്ങളായി പരിണമിച്ച് വളർന്ന് കാത്തിരുന്ന ഈ മഹാസത്യസങ്കല്പങ്ങൾ മാനവരാശിയിലൂടെ ലോകത്ത് സത്യമാക്കി ഇന്നത്തെ എല്ലാ പ്രോബ്ലങ്ങളിൽ നിന്നും മോചിച്ച് ശ്രേഷ്ഠമായ ഒരു ധാർമ്മിക മൂല്യങ്ങളോടുള്ള ഈ പ്രപഞ്ചത്തിനെ ശ്രേഷ്ഠമാക്കി തീർക്കേണ്ട സന്ദർഭം വന്നിരിക്കുകയാണ്. പ്രപഞ്ചമുണ്ടെങ്കിലും അതിനെ ശ്രേഷ്ഠമാക്കി അതിനെ കൂടുതൽ ഐശ്വര്യപൂർണ്ണമാക്കേണ്ട ചുമതലകൾ മാനവരാശിക്കുണ്ട്. അവൻ്റെ ഉള്ളിൽ സദാ പ്രചോദിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എങ്കിലും ആ പ്രചോദനത്തിന് മനുഷ്യൻ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് വിദ്വേഷമായും ടെൻഷനായും വൈരാഗ്യമായും അസ്വസ്ഥതകളായും രോഗങ്ങളായും അക്രമങ്ങളായും യുദ്ധമത്സരങ്ങളായും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ മോചിക്കാൻ വേണ്ടി പൂർവികന്മാരായ വൈദിക ഋഷികൾ ലോകത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി വൈദിക ഋഷികളായി വേദധർമ്മങ്ങളെ ലോകത്ത് നൽകി. എങ്കിലും ആ വേദധർമ്മങ്ങളെ ഇതുവരെയും മാനവരാശിക്ക് വന്നു ചേർന്നിട്ടില്ല. കാരണം മാനവരാശി ആ പക്വത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. ആ മഹാസത്യത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്നത്തെ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന് നിത്യശാന്തി പകരാനുള്ള ജീവിത രീതികളും സമസ്ത ശ്രേയസ്സോടുകൂടി ജീവിച്ച് കർമ്മലോകത്തിനെ ശ്രേഷ്ഠമാക്കി തീർക്കുവാനും ആണ് തഥാതൻ യൂറോപ്യൻ രാജ്യത്തിലേക്ക് കടന്നത്. ഇന്നത്തെ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഉള്ള കാരണം ഇന്നത്തെ മനുഷ്യന് ഉദ്ദേശ ലക്ഷ്യം ഇല്ലാത്തതിൻ്റേതായ സാഹചര്യങ്ങളാണ്. ഒരു ജന്മമുണ്ടെങ്കിൽ, ഒരു ചലനമുണ്ടെങ്കിൽ, ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്. എങ്കിലും മനുഷ്യൻ ലക്ഷ്യബോധം മറന്ന് ബോധമില്ലാത്ത അന്ധമായി ജീവിക്കുന്നതിൻ്റേതായ പരിണതഫലമാണ് ഇന്നത്തെ മാനവലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എന്നാൽ അവൻ്റെ ഉള്ളിൽ ആത്മാവിൽ ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അറിവും ജ്ഞാനവും അവൻ്റെ ഉള്ളിലുണ്ട്. അതിനെ വികസിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടില്ല. സാമൂഹികപരമായ വിദ്യാഭ്യാസത്തിലൂടെയുള്ള അറിവ് നേടിയെങ്കിലും തൻ്റെ ഉള്ളിലുള്ള ജീവചേതനയുള്ള ജ്ഞാനത്തിൻ്റെ അറിവുകൾ വികസിക്കാത്ത കാലം വരെയും മനുഷ്യന് വഴി തുറന്നു തരാനോ സമൂഹത്തിൻ്റെ മാറ്റത്തിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് ആത്മവികാസം ഉണ്ടാവാനുള്ള ജീവിതചര്യകൾ അത്യാവശ്യമായി വന്നിരിക്കുന്നു. എല്ലാ മനുഷ്യ മനസ്സുകളിലും കുടികൊണ്ടിരിക്കുന്ന അറിവും അവൻ്റെ ലക്ഷ്യബോധവും മറന്നിരിക്കുന്നതിന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശരിയായ ദിശാബോധത്തിലൂടെ മനുഷ്യജീവിതം ശ്രേഷ്ഠമാക്കി തീർക്കാൻ വേണ്ടി ബോധ്യപ്പെടുത്താനാണ് തഥാതൻ നിങ്ങളെ സമീപിക്കുന്നത്. മറന്നുപോയ ജനങ്ങളെ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ നിങ്ങളെ തട്ടി ഉണർത്തി നിങ്ങൾ വന്നതിൻ്റെ ലക്ഷ്യത്തോടുകൂടി ജീവിച്ച് തൻ്റെ സമുദായത്തിനെയും നാട്ടിനെയും രാഷ്ട്രത്തിനെയും ശ്രേഷ്ഠമാക്കി തീർക്കി. അത് മനുഷ്യൻ്റെ കൂട്ടായ്മ കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. അതിനെ ബോധ്യപ്പെടുത്താനാണ് തഥാതൻ നിങ്ങളെ സമീപിക്കുന്നത്. സൃഷ്ടികാലം മുതൽതൊട്ട് തന്നെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും പരിണാമത്തിനുള്ള പല പല മേഖലകളിലൂടെ വളർത്തി പ്രകൃതി നമ്മളിവിടെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ അനവധി സംസ്കാരങ്ങൾ, അനവധി മാർഗങ്ങൾ, അനവധി വിദ്യകൾ ലോകത്തിന് നമുക്ക് പരമചൈതന്യം നമുക്ക് നൽകി. അതിലൂടെ എല്ലാം കടന്നു വന്ന് നമ്മൾ ഉയർന്ന ഒരു മേഖലയിലേക്ക് മനുഷ്യലോകം എത്തിച്ചേർന്നു. ഇപ്പം നമ്മൾ വഴിയറിയാതെ മാർഗമറിയാതെ ഒരു കേന്ദ്രത്തിൽ വന്നു നിന്ന് നമ്മൾ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിലാണ് ഇനി വരുന്ന കാലത്തെ ലോകത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി പൂർവ്വ ഋഷീശ്വരന്മാർ നൽകപ്പെട്ട
വേദസംസ്കാരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇനിയുള്ള കാലങ്ങളാണ്. വേദങ്ങളിലൂടെ തന്നെയാണ് പല 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 സംസ്കാരങ്ങളിലൂടെ ഇതുവരെ എത്തിച്ചേർന്നത്. എങ്കിലും ഒരു ദിവ്യമായ ജീവിതവും ഒരു ശ്രേഷ്ഠമായ ഒരു സമൂഹവും രാഷ്ട്രവും ഉടലെടുക്കേണ്ട സമയം വന്നു. ആ മാർഗങ്ങളെ കണ്ടറിഞ്ഞ് അതിലൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ ഇനി സമുദായത്തിനും വ്യക്തിക്കും കുടുംബത്തിനും ഇന്നത്തെ തലമുറകൾക്കും രക്ഷപ്പെടാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ആ മാർഗത്തിന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാനാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. സമൂഹത്തിൻ്റെയും തൻ്റെയും മാറ്റത്തിനെയും തൻ്റെ ജനിച്ചതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കണം എന്ന് താല്പര്യപ്പെടുന്നവരും നിത്യശാന്തി ആഗ്രഹിക്കുന്നവരും സ്നേഹവും സൗഹാർദ്ദവും സ്ഥാപിച്ച് സമൂഹത്തിനെയും കുടുംബത്തിനെയും രക്ഷിക്കണമെന്ന് വ്യാകുലപ്പെട്ട മനസ്കന്മാർക്കും അന്വേഷകന്മാർക്കും ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. ആര് ഏത് മേഖലയിലിരിക്കുകയാണെങ്കിലും അവർ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് വളരാനുള്ളതായിരിക്കുന്ന ജീവിതചര്യകളാണ് തഥാതൻ നിങ്ങളോട് എല്ലാവരോടും ബോധ്യപ്പെടുത്തുന്നത്. കാരണം മനുഷ്യൻ ഇന്ന് അസ്വസ്ഥരാണ്. ആ സ്വസ്ഥതയോടുകൂടി ശാന്തമായി ഈ പറയുന്ന കാര്യങ്ങളെ ബോധപൂർവം നമ്മൾ സമീപിച്ച് ഒരു പുതിയ ജീവിതം കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മൾക്കൊന്ന് നിത്യശാന്തി വരും, സമൂഹത്തിനും നാട്ടിനും തന്നെ ഒരു ശ്രേയസ്സായിത്തീരും. അങ്ങനെ ഏവർക്കും ഇതിൽ കടന്നു വരാം. ഇന്നവർക്ക് വരാൻ പാടുള്ളൂ വരാൻ പാടില്ല എന്നുള്ളതില്ല. എല്ലാവർക്കും ഇതിൽ വന്ന് ഈ കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കാം. എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളെല്ലാവരും സ്നേഹാദരപൂർവ്വം സ്വീകരിക്കുക. ഈ പ്രപഞ്ചം തന്നെ സ്നേഹസ്വരൂപമാണ്. സ്നേഹത്തിലൂടെയാണ് നമ്മൾക്ക് വായു വീശുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ജലം നൽകുന്നത്, അന്തരീക്ഷത്തിൽ പ്രകടമാകുന്നത്. എങ്കിലും നമ്മൾ സ്നേഹത്തിന് എന്തിനാണ് മാറ്റുന്നത്? എന്നെ കാണാൻ വന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളോടും സ്നേഹിക്കുന്നു. നമ്മൾ രണ്ടാളും വേറല്ല, ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിലേക്ക് പങ്കെടുക്കുകയും നമ്മുടെ നാടും സമുദായവും തലമുറകളൊക്കെ രക്ഷപ്പെടട്ടെ. എന്തുകൊണ്ട് അതിൽ നിന്നിട്ട് നിങ്ങൾ ഇതാകേണ്ട കാര്യമില്ല, വേറെ തരത്തിൽ നോക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും സ്നേഹത്തിൽ സ്ഥാപിക്കുന്നവരാണ്. ഈശ്വരൻ്റെ ഗുണമേ സ്നേഹമല്ല. വരൂ, നമുക്ക് സ്നേഹത്തിലൂടെ പങ്കുചേർന്ന് സന്തോഷകരമായി ആഹ്ലാദപരമായി ഈ പ്രപഞ്ചത്തിൻ്റെ മാധുര്യങ്ങൾ അനുഭവിക്കാൻ എല്ലാവരും വരൂ. ഞങ്ങൾക്ക് ഏവർക്കും മംഗളമുണ്ടാകും.